നമസ്കാരം. നിങ്ങൾ കാശ് മുടക്കി പണിത നിങ്ങളുടെ വീടിനും ഇനി മുതൽ പ്രതിമാസ യൂസർ ഫീസ് വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു കൊള്ളയാണ് ഈ നടക്കുന്നതെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം, എല്ലാവരും ഒന്ന് അറിയട്ടെ. നമ്മുടെ പിണറായി സർക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങ് ചുമത്തി തരും, അതിങ്ങ് മര്യാദയ്ക്ക് നിങ്ങൾ തന്നോണം. അതായത് ഞങ്ങൾ പറയുന്ന പണം, ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം, അതിപ്പോൾ സെസ്സോ പിഴയോ എന്തുമായിക്കോട്ടെ ഇങ്ങ് മര്യാദയ്ക്ക് തന്നോണം, ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അത് ഞങ്ങൾക്ക് തോന്നിയാൽ തരും, ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും, വേണമെങ്കിൽ വാങ്ങിയാൽ മതി. കഴിഞ്ഞ 7-8 വർഷത്തോളമായിട്ട് പിണറായി മന്ത്രിസഭയാണ് നമ്മുടെ കേരളം ഇങ്ങനെ ഭരിച്ച് മുടിക്കുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയാണ് ഇപ്പോൾ ഭരിച്ച് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം 2.5 വർഷത്തോളം ബാക്കിയുണ്ട്. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർ, അതുപോലെ തന്നെ ആ സ്ഥലത്ത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവർ ചെറിയ ചെറിയ വീടുകൾ മുതൽ കൊട്ടാരങ്ങൾ വരെ പണിത് താമസിച്ച് വരുന്നവരാണ്. അപ്പോൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരന് എന്തൊക്കെയാണ് കേരള സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ? സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമേ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെ? തിരികെ കിട്ടുന്നത് എല്ലാവർക്കും അറിയാം, അത് പറയേണ്ട കാര്യം, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തൊക്കെയാണെന്ന് മലയാളികൾ തന്നെ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒന്നാമത്തെ കാര്യം സ്ഥലത്തിൻ്റെ കരമടയ്ക്കുന്നതാണ്. നമുക്ക് എന്തോരം സ്ഥലമുണ്ടോ അതിൻ്റെ നികുതി അടയ്ക്കുക എന്നതാണ് അതിൽ ആദ്യത്തേത്. അത് അത്ര വലിയ തുകയൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് ചെറിയ തുകയാണ് അടയ്ക്കുന്നത്. പക്ഷേ ഇനി അത് എന്നാണ് കൂട്ടിക്കൂട്ടി വലിയ തുകയാക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അത് കൂടാനാണ് കൂടുതൽ സാധ്യത. ഇനി ഇതിന് പിന്നാലെ മറ്റ് ഫീസുകൾ പുറകെ ഓരോന്നായിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. നമ്മളൊരു പുതിയ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആദ്യമായി നമ്മൾ സർക്കാരിലേക്ക് താഴ്മയോടെ ഒരു അപേക്ഷാ ഫീസ് നൽകണം. അതായത് ഞാൻ എൻ്റെ സ്ഥലത്ത് സ്വന്തമായിട്ട് അടിയനൊരു വീട് പണിയാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയായിട്ട് അപേക്ഷിക്കണം. അപ്പോൾ ഈ അപേക്ഷിക്കുന്നതിനാണ് അപേക്ഷാ ഫീസ്. അങ്ങനെ നമ്മൾ താഴ്മയായിട്ട് അപേക്ഷിച്ച് ഒരു വീട് വയ്ക്കാനായിട്ട് അപേക്ഷ കൊടുക്കണം. എന്തൊരു വൃത്തികെട്ട കൊള്ളയാണെന്ന് നോക്കി. ഓർക്കണം, വലിയ ബിസിനസ്സൊന്നും തുടങ്ങാനായിട്ടല്ല, ഒരു പൗരന് അന്തി ഉറങ്ങാനായിട്ട് ഒരു കൂരയുണ്ടാക്കാൻ അനുമതി വേണം, അതും സ്വന്തം സ്ഥലത്ത്. ശരി, സമ്മതിച്ചു. അപേക്ഷ നമ്മൾ സമർപ്പിച്ച് അനുമതി കിട്ടിയെന്ന് വയ്ക്കുക. ഇവിടെയും കാര്യങ്ങൾ തീരുന്നില്ല. അപേക്ഷാ ഫീസ് കഴിഞ്ഞു, ഇനി പെർമിറ്റ് ഫീസ് വേറെയും വേണം. അതായത് ഒരു പൗരന് അന്തി ഉറങ്ങാനായിട്ട് വീട് പണിയുന്നതിനുള്ള അനുമതി നൽകണമെങ്കിൽ പെർമിറ്റ് ഫീസ് വേറെയും നൽകണം. അതാണ് ഇപ്പോൾ വലിയൊരു കൊള്ളയായിട്ട് മാറിയിരിക്കുന്നത്. അതിന് നേരത്തെ ഏകദേശം ഒരു 1500 രൂപയൊക്കെ വരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 23,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ഒരു വീട് വയ്ക്കാനുള്ള അനുമതിയാണ് ഈ തുക. ഓക്കെ, നമ്മൾ അനുമതി ഫീസ് അഥവാ ഈ ഒരു പെർമിറ്റ് ഫീസ് അടച്ചെന്ന് വയ്ക്കുക. ഇനിയാണ് നമ്മൾ വീട് പണിയിലേക്ക് കടക്കുന്നത്. അതായത് വീട് പണി തുടങ്ങി, വീട് പണിയാൻ വേണ്ടി കമ്പി, സിമൻറ്റ്, തടി, മണൽ, പാറപ്പൊടി തുടങ്ങി സർവ്വ നിർമ്മാണ വസ്തുക്കളും നമ്മൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കൊള്ളണം. നമുക്ക് താമസിക്കാനല്ലേ, അപ്പോൾ നമ്മൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കോണം. അങ്ങനെ സർവ്വ കാര്യങ്ങളും നമ്മൾ തന്നെ കൈകാര്യം ചെയ്തോളണം. കാരണം നമുക്ക് താമസിക്കാനുള്ള വീടാണ്. അങ്ങനെ നമ്മൾ ഈ വീട് പണി പൂർത്തിയായി. ആ വീട് പണിയാൻ വന്ന പണിക്കാർക്ക് കൃത്യമായിട്ട് നമ്മൾ കൂലി കൊടുത്തു. സർക്കാർ പറയുന്ന കൂലിയല്ല, നാട്ടിലുള്ള കൂലിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ കൂലി കൊടുത്തു. അവർക്ക് ഭക്ഷണം വരെ ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ഇനി വാർപ്പൊക്കെ നടക്കുന്ന ചില വിശേഷ സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കി നൽകും, പ്രത്യേകം നമ്മൾ അവർക്ക് പണം നൽകും. എല്ലാത്തിനും വേറെ വേറെ ചിലവുകൾ. ഇതെല്ലാം കഴിഞ്ഞ് പണിക്കാർക്ക് പണി മുഴുവൻ തീർത്ത് പോകുന്ന സമയം ചിലപ്പോൾ 500-1000 ഒക്കെ അധികമായിട്ട് നൽകുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഒരു ചെറിയ സന്തോഷത്തിന് നൽകുന്നതാണ്. അതായത് ആ ഒരു വീട് പണിയുന്നതിനായിട്ട് പണിയെടുത്ത സകല ആളുകൾക്കും ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും ഭക്ഷണവും സഹിതം നൽകിയ ഒരു വ്യക്തി. എന്നാലും അവിടെ തീരുന്നില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നൽകാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പിന്നാലെ ഒരു സെസ് കൂടി നമ്മൾ അടയ്ക്കണം. നിർമ്മാണ തൊഴിലാളികൾക്ക് ഏതാണ്ട് 1 വർഷമായി ഇപ്പോൾ കുടിശ്ശികയായി മാറിയിട്ട്. സർക്കാർ കൊടുക്കേണ്ട കാര്യമാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ക്ഷേമ പെൻഷൻ്റെ കാര്യം എവിടെ കിടക്കുന്നെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. കാരണം തൊഴിലാളികൾക്ക് വേണ്ടതെല്ലാം ഈ ഒരു വ്യക്തി, ഈ വീട് പണിത വ്യക്തി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ സെസ് കൊടുക്കണം. അതായത് സ്വന്തമായിട്ട് ഒരു വീട് പണിതു എന്നതിൻ്റെ ഒരു മഹാപാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ശിക്ഷയായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്ന ക്ഷേമോദി ബോർഡിലേക്ക് നമ്മൾ സെസ് കൊടുക്കണം. ഇവിടെയും തീരുന്നില്ല. ഇനി പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം, അതും അടുത്ത കൊള്ളാം.
അതും വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ടാക്സുകൾ ഒരു തവണ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നികുതികൾ ഇങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി വലിയ വീടുകൾ പണിയുന്നവരായിരിക്കും, അവർ ആഡംബര നികുതി വേറെയും അടയ്ക്കണം. അതുതന്നെ വലിയൊരു തുകയുണ്ടാകും. ഇനി ഇതിനെല്ലാം പുറമെ ഇപ്പോൾ വന്നിരിക്കുന്ന അടുത്ത ഒരു കൊള്ളയാണ് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീസ് നൽകണമെന്നത്. അതായത് നമ്മൾ പണം മുടക്കി വാങ്ങിയ നമ്മുടെ സ്ഥലത്ത് നമ്മൾ പണം മുടക്കി പണിയിച്ച് നമ്മൾ കാശ് കൊടുത്ത് അപേക്ഷാ ഫീസ് നൽകി പെർമിറ്റ് ഫീസ് അടച്ച് നമ്മൾ കൂലി നൽകി സാധനങ്ങളെടുത്ത് വീട് വെച്ച് അത് പോരാഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള സെസ്സും വാങ്ങി നമ്മൾ താമസിച്ചു പോകുന്ന ആ വീട് നമ്മൾ യൂസർ ഫീസ് വേറെ നൽകണമെന്ന്. അതായത് നമ്മൾ ആ വീട് ഉപയോഗിക്കുന്നതിന് ഫീസ് വേറെ നൽകണം. അത് ഹരിതകർമ്മസേനയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഗ്രാമങ്ങളിൽ വരുമ്പോൾ 50 രൂപയും നഗരങ്ങളിൽ വരുമ്പോൾ 70 രൂപയും സ്ഥാപനങ്ങളാണെങ്കിൽ 100 രൂപയും കുറഞ്ഞത് എല്ലാ മാസവും നൽകണം. ഇത് കുറഞ്ഞ തുകയാണ്. ഇനി കൂടിയ തുകയുമുണ്ട്. അതായത് പഞ്ചായത്തിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ ഒക്കെ തോന്നിയതുപോലെ ഈ തുക നിശ്ചയിക്കാൻ സാധിക്കും. അത് ചിലപ്പോൾ 100 150 ഒക്കെ ആകാം. ആരും പ്രതികരിച്ചിട്ട് കാര്യമില്ല, കൊടുത്തേ പറ്റൂ. ഇനി ഇവർ വരുമ്പോൾ, അതായത് ഈ ഹരിതകർമ്മസേനയിലെ ആളുകൾ വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു പൊടിമില്ല് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു കൊപ്രയൊക്കെ ആട്ടി വിൽക്കുന്ന ഒരു കടക്കാരൻ പറയുകയാണ്, ഇവിടെ ഭക്ഷ്യ സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ പൊടിക്കുകയാണ്, ഇവിടെ അജൈവ മാലിന്യങ്ങളില്ല, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിക്കുന്നില്ല, ഒരു മാലിന്യവുമില്ല, കൊപ്ര ആട്ടുന്നു അല്ലെങ്കിൽ ഗോതമ്പ്, അരി, മുളക് എന്നിവയൊക്കെ പൊടിക്കുന്നു, ആളുകളെല്ലാം പൊടിച്ച് അല്ലെങ്കിൽ ആട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ യൂസർ ഫീസ് കൊടുത്തേ പറ്റൂ. ഇവിടെ കറണ്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, യൂസർ ഫീസ് 100 രൂപ നിങ്ങൾ കൊടുത്തേ പറ്റൂ. ഇനി 2-3 കമ്പ്യൂട്ടറൊക്കെ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു IT സ്ഥാപനമാണെന്ന് വയ്ക്കുക. നിങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല, യൂസർ ഫീസ് 100 രൂപ വീതം കൊടുത്തേ പറ്റൂ. ഇനി ഈ യൂസർ ഫീസ് നൽകിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് എന്തെങ്കിലുമൊക്കെ അപേക്ഷയോ അല്ലെങ്കിൽ പേപ്പറുകളോ സർട്ടിഫിക്കറ്റുകളോ ചോദിച്ചാൽ നിങ്ങൾക്ക് തരില്ല. ഇതിവിടെ കുടിശ്ശികയായിട്ട് കിടക്കും. യൂസർ ഫീസ് അടയ്ക്കാനായിട്ട് നിങ്ങളോട് പറയും. ഇനി 3 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ യൂസർ ഫീസ് നൽകിയില്ലെങ്കിൽ അതിന് നിങ്ങൾ ഫൈൻ വേറെയും അടയ്ക്കണം. ഫൈൻ അടക്കം നൽകിയെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു പേപ്പർ കഷ്ണം പോലും പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ലഭിക്കുക. നമ്മുടെ പിണറായി സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങ് ചുമത്തി തരും, അതിങ്ങ് മര്യാദയ്ക്ക് തന്നോണം. അതായത് ഞങ്ങൾ പറയുന്ന പണം അത് ഇങ്ങ് മര്യാദയ്ക്ക് തന്നോണം, ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും, വേണേൽ മാത്രം വാങ്ങിയാൽ മതി. എല്ലാവർക്കും അറിയാമല്ലോ ഒരു കാര്യം, 2 രൂപ വെച്ച് പെട്രോളിനും ഡീസലിനും ഒക്കെ ഇപ്പോൾ സെസ് എന്ന് പറഞ്ഞ് പിരിച്ചുകൊണ്ട് പോകുന്നത് പെൻഷൻ ഉണ്ടാക്കാനെന്ന് പറഞ്ഞാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ തരും, പെൻഷനാണേലും ശമ്പളമാണേലും. ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങൾ തരും, വേണമെങ്കിൽ തരുമ്പോൾ വാങ്ങിയാൽ മതി. ഇതാണിപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി നാളെ എന്താകുമെന്ന് കണ്ടറിയാം. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.